നമസ്കാരം. സൂര്യ ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സെല്ലുലോയിഡിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ സെല്ലുലോയിഡിൽ ഒരുപാടധികം സിനിമയിലൂടെ നമുക്ക് സുപരിചിതനായിട്ടുള്ള കുമാർ ചേട്ടനാണ് നമ്മുടെ ഗസ്റ്റ്. ഹായ് ചേട്ടാ, വെൽക്കം ടു സെല്ലുലോയിഡ്. നമസ്കാരം. ഇപ്പൊ കുമാരന്റെ ഏറ്റവും വലിയ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ IFFKയിൽ ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയിലൂടെ 5ഓളം അവാർഡ്സ് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പങ്കിടാൻ കൂടിയിട്ടാണ് നമ്മളൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പം ആദ്യം തന്നെ ഹാർട്ടി കൺഗ്രാചുലേഷൻസ് പറയാണ് ചേട്ടാ. ഒരു ലീഡ് റോളിൽ വരുന്ന ആദ്യത്തെ സിനിമയല്ലേ ഫെമിനിച്ചി ഫാത്തിമ? ലീഡ് റോള് വരുന്നതാണെങ്കിൽ പോലും ഇതേപോലെ പ്രാധാന്യമുള്ള വേറൊരു സിനിമയാണ് ജിയബയുടെ ശ്രീധന്യ കാറ്ററിംഗ് സർവീസ്. അതും വളരെ പ്രാധാന്യമുള്ള ഒരു ലീഡ് റോളുള്ള ക്യാരക്ടർ തന്നെയായിരുന്നു. പക്ഷെ അതിനേക്കാളും ഒന്നുകൂടെ ജനശ്രദ്ധ ആകർഷിച്ച സിനിമയായിരുന്നു ഫെമിനിച്ചി ഫാത്തിമ. അപ്പം ഫെമിനിച്ചി ഫാത്തിമ ചെയ്യുമ്പോൾ ഇത്രയും ഒരു അവാർഡ്സിനൊക്കെ സ്കോപ്പുള്ള സിനിമയാണ് എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു? ഇല്ല, തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു സ്കോപ്പില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളതിൽ അഭിനയിച്ച എല്ലാ ആക്ട്രസിനും ആക്ടേഴ്സിനും ഒക്കെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇതിൽ ഡയറക്ടർക്ക് എന്തെങ്കിലും ഒരു അവാർഡ് കിട്ടണം. കാരണം ആ സിനിമ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു കാര്യങ്ങൾ മനസ്സിലാകാൻ തുടങ്ങി. ഇത് നല്ലൊരു സിനിമയാവുന്നുള്ളത് കാര്യം. അപ്പോൾ ഞങ്ങളെല്ലാവരും പരസ്പരം പറയും, നമ്മളെ ഡയറക്ടർ മികച്ചൊരു സംവിധായകനാണ്, അദ്ദേഹത്തിന് നമുക്ക് IFFKയിൽ കിട്ടുകയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവും. ആ പ്രതീക്ഷയിലാണ് ഞങ്ങൾ അന്നത്തെ ഫൈനൽ പ്രോഗ്രാമിനന്ന് ഞങ്ങൾ സ്റ്റേജിൽ പോയിരിക്കുന്നതും. അവാർഡ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് എല്ലാവരും മനസ്സിലുണ്ടായിരുന്നു ഫാസിലിൻ്റെ പേര് വരണേന്ന്. പക്ഷേ അത് തുടങ്ങിക്കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൈയടിച്ചു. അതിനുശേഷം 2ാമതും വന്നു, 3ാമതും വന്നു, 4ാമതും വന്നു, 5ാമതും വന്നു. ഞങ്ങളുടെ ഓഡിറ്റോറിയം ഇളക്കി മറിച്ചു. ഓഡിയൻസ് പോൾ, അതേപോലെ തന്നെ സ്പെഷ്യൽ ജൂറി മെൻഷൻ, അങ്ങനെ പ്രസിഡന്റ്, പിന്നെ തിരക്കഥയ്ക്കുണ്ട്, പിന്നെ ബെസ്റ്റ് മലയാള ചിത്രത്തിനുണ്ട്, ഡയറക്ടർക്ക് ഉണ്ട്. അങ്ങനെ 5ഓളം അവാർഡുകളാണ് കിട്ടിയിട്ടുള്ളത്. എങ്ങനെയാണ് ചേട്ടൻ ഫെമിനിച്ചി ഫാത്തിമയിലേക്ക് എത്തുന്നത്? ഫെമിനിച്ചി ഫാത്തിമയിലേക്ക് എത്തുന്നത് താമർ 1001 നുണകളുടെ ഡയറക്ടർ അതേപോലെ ഒരു ദിവസം മെസ്സഞ്ചറിൽ വന്നിട്ട് എൻ്റെ നമ്പർ ചോദിച്ചു. പുള്ളിക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ നമ്പർ കയ്യിലില്ല എന്ന് തോന്നുന്നു. ഞാൻ നമ്പർ അയച്ചു കൊടുത്തു. പക്ഷേ ഞാൻ എന്തിനാണെന്ന് പുള്ളിനെ ചോദിച്ചതുമില്ല. കുറേ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഫാസിൽ ഡയറക്റ്റ് വിളിച്ച്. അപ്പോൾ ഫാസിലിന് പിന്നെ നന്നായിട്ട് അറിയാം, ഫാസിൽ എൻ്റെ സിനിമകളൊക്കെ കാണാറുണ്ട്. ഫാസിൽ വിളിച്ച് നമ്പർ വെച്ചിട്ട് പറഞ്ഞങ്ങനെ ചെറിയൊരു സംഗതി ചെയ്യുന്നുണ്ട്. അപ്പോൾ സംസാരിച്ചതിന് ശേഷം എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചു തന്നു. സ്ക്രിപ്റ്റ് ഞാൻ ഒറ്റ ദിവസം കൊണ്ട് തന്നെ വായിച്ചു തീർത്തപ്പോൾ ഞാൻ വാസിലിനെ അപ്പം തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വാസിലിനകത്ത് ഗംഭീര സിനിമയാണ്, രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിലുള്ള അഷ്റഫ് എന്നുള്ള ക്യാരക്ടർ ചേട്ടനാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ എത്തുകയാണ്, പൊന്നാനിയിലെത്തുക. പിന്നെ ഒരു വീട്ടിലായിരുന്നു. ആ വീട്ടിൽ അവരെല്ലാവരും താമസമുണ്ട്. ആ വീടിന് ചുറ്റുപാടത്തുള്ള ആളുകളൊക്കെ ഉണ്ട്. ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ തന്നെ എൻ്റേതായിട്ടുള്ള കോസ്റ്റ്യൂംസ് മാത്രമാണ് ഞാൻ അവിടെ ചെന്ന ശേഷം പോയി എടുത്തതും ഇതാക്കി. ബാക്കിയുള്ള ഫേസ് അപ്പിയറൻസ് ഒക്കെ ഞാൻ തന്നെ ഡിസൈൻ ചെയ്തൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞത്. കാരണം അവിടെ എത്തിക്കഴിഞ്ഞ് ഞാൻ കോസ്റ്റ്യൂംസ് ഇട്ടൊരു ഉസ്താദിൻ്റെ ആയി കഴിഞ്ഞപ്പോൾ ആ പരിസരത്തുള്ള എല്ലാവരും ഞാൻ ശരിക്കുള്ള ഉസ്താദാണെന്ന് വിചാരിച്ച് ഞാൻ ഷൂട്ട് കഴിഞ്ഞ് ഇതേപോലെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ പല ആളുകളൊക്കെ വരും, അടുത്തൊക്കെ വന്നിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ ഉസ്താദാണെന്ന് വിചാരിച്ചിട്ടായിരിക്കുന്നത്. അല്ല ഉസ്താദ്, ഇപ്പം പണിയൊന്നുമില്ല, നമുക്ക് പ്രളയം വന്നതിന് ശേഷം ലേശം മോശമാണ്, അപ്പോൾ സങ്കടങ്ങളൊക്കെ വന്ന് പറയും. ഞാൻ എന്നിട്ട് ഞാൻ ഉസ്താദാണെന്നോ അല്ലാന്നോ പറയാതെ തന്നെ ഞാനുള്ള കാര്യങ്ങൾ പറയും, ഒന്നും പേടിക്കണ്ടല്ലോ, ശരിയാവും. പിന്നെ അവിടെയുള്ള ആ വീട്ടിലുള്ള എല്ലാ ഫാമിലീസും എന്നെ ഉസ്താദ് തന്നെയായിട്ട് കണ്ടത്, അടുത്തുള്ള ആളുകളൊക്കെ ഉസ്താദ് തന്നെയായിട്ടാണ് കണ്ടത്. പിന്നെ ഫാസിലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഫാസിൽ ഒരിക്കലും എന്താ പറയുക ഒരു ഡയറക്ടറാണെന്നുള്ള അതിലല്ല. ഞങ്ങളോടൊക്കെ എന്തായാലും നമ്മൾ വളരെ ടീം വർക്കായിട്ടാണ് ചെയ്തത്. ഒഴിവുള്ള സമയങ്ങളിൽ ഷൂട്ട് ചെയ്യും, വളരെ കംഫർട്ടായിരുന്നു. ചേട്ടനൊരു സിനിമാ നടൻ എന്നതിലുപരി ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് കൂടിയിട്ടാണല്ലോ. അപ്പം എങ്ങനെയാണ് തിയേറ്റർ നാടകമൊക്കെയാണോ ഇതിൻ്റെ ഒരു തുടക്കം? തീർച്ചയായിട്ടും. കാരണം അന്ന് തിയേറ്റർ പഠിക്കുന്ന സമയത്ത് ഞാൻ ചെറുപ്പത്തിൽ സ്കൂൾ ഡ്രാമയിൽ പഠിക്കാനാണ് എനിക്ക് ആഗ്രഹം. പക്ഷേ അവിടെ പോയ സമയത്ത് അഡ്മിഷൻ ഒന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അഡ്മിഷൻ കിട്ടാണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ നാടകം പിന്നെ പഠിക്കാൻ തന്നെ തീരുമാനിച്ച് ഒരുപാട് കാലം നാടകമായിട്ട് 25 വർഷമായിട്ട് നാടകം പഠിക്കൽ തന്നെയായിരുന്നു പണി. 25 വർഷത്തിൽ കൂടുതൽ. 2001 ഞാൻ ഒറ്റയ്ക്ക് നാടകം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. നാടകം പഠിച്ച സമയത്ത് അന്നൊക്കെ അമേച്ചർ സംഘങ്ങളിൽ ഈ ഒരു ടീമിനെ ഉണ്ടാക്കിയെടുത്ത് അമേച്ചർ പരിപാടി നടത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഈ 10-15 ആളുകളെ ഒക്കെ മേയിച്ച് നടക്കണം. അവരെ വീട്ടിൽ പോകണം, സൈക്കിൾ എടുത്തിട്ട് അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം, റിഹേഴ്സൽ ചെയ്യിക്കണം. അതന്നെ അവരെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് മാറും. അങ്ങനെ ഒരു പരിപാടി കഴിയുമ്പോൾ ഞാൻ ഈ വിചാരിക്കുന്നു ഒരിക്കലും ഞാൻ ചെയ്യില്ലാന്ന്. ലാസ്റ്റ് ചെയ്തപ്പോൾ സംഗീത നാടക അക്കാദമിൻ്റെ ചെയ്ത സമയത്ത്
18 ആളുകൾ ഉള്ളൊരു ഒരു സംഘമാണ് ഞങ്ങൾ നാടകം ചെയ്തത്. എൻ്റെ ചെറിയൊരു വീട്ടിൽ വെച്ചിട്ടാണ് അവർ 18 ആളുകളും താമസിച്ചതും അതിൻ്റെ ബാക്കിൽ വെച്ച് റിഹേഴ്സലും അവർക്കുള്ള ഭക്ഷണം എൻ്റെ ഭാര്യയുടെ അമ്മയാണ്. അങ്ങനെയൊക്കെ ആയിട്ടാണ് ഈ നാടകം ചെയ്യുക. നാടകം ചെയ്ത് കഴിയുമ്പോഴേക്ക് നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ടെൻഷനാണ്. കാരണം സാമ്പത്തികം എന്നുള്ളൊരു വലിയ പ്രശ്നമാണല്ലോ. ഇതാരും സഹായിക്കാനൊന്നുമില്ല. നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ഈ നാടകം ചെയ്തത്. അങ്ങനെ ബുദ്ധിമുട്ടായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യമേ ഒറ്റയ്ക്കുള്ള നാടകം ചെയ്യാൻ തീരുമാനിച്ചത്. ജയപ്രകാശ് കുളൂരിൻ്റെ ഒറ്റയ്ക്കുള്ള നാടകം. അത് ഞാൻ വീടുകളിൽ പോയി കളിച്ചാണ് തുടങ്ങിയത്. ആണോ? ഓഹോ. 2001 എൻ്റെ അടുത്ത് ഫോട്ടോസൊക്കെ ഉണ്ട്. 2001 ഞാൻ ഒറ്റയ്ക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരമുള്ള പല വീടുകളും പോയി കളിച്ചിട്ടുണ്ട്. ഇത് എന്ത് ഒക്കേഷൻസിലായിരിക്കും അവർ ഈ നാടകം വെക്കുന്നുണ്ടാകുക? ഒരു ഒക്കേഷൻസും ഇല്ല. ഞാൻ പിന്നെ ചില സമയത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് മീനാക്ഷിനെ പരിചയമുണ്ട് വിചാരിക്കുക, അങ്ങനെയെന്ന്. അപ്പോൾ ഞാൻ പറയുകയാണ് മീനാക്ഷിനോട് പറയുകയാണ് ഒറ്റയ്ക്ക് നാടകം ചെയ്യുന്നുണ്ട്, അപ്പോൾ നമ്മളൊരു കണക്ഷൻ ലെവൽ എന്നാൽ എൻ്റെ വീട്ടിലേക്ക് വരുമോ? അങ്ങനെ വീടിൻ്റെ ഉമ്മറത്തിരുന്നിട്ട് ചുറ്റുവട്ടത്തുള്ളവരെ ക്ഷണിച്ച് വരുത്തിയിട്ട് അതിന് സുഖം എന്താ വെച്ചാൽ ഇപ്പോൾ ചുറ്റുവട്ടത്തുള്ളവർക്കും ആയാലും വീട്ടിലുള്ളവർക്കായാലും അവരിട്ട ഡ്രസ്സ് ഇട്ട് വരാം, സുഖമില്ലാത്ത ആളുകൾക്ക് വരാം, കുട്ടികൾക്ക് വരാം, അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. സ്ത്രീകൾക്ക് എല്ലാവർക്കും നാടകം കാണാം. കാണാൻ പറ്റും. അപ്പോൾ ആദ്യം അവർ നമ്മൾ വളരെ അപരിചിതമായിട്ടാണ് കാണുക. എവിടെയുള്ള ഒരാൾ സൗകര്യങ്ങളൊന്നുമില്ല, വെറും ഉമ്മറത്തിരുന്നിട്ട് ഒരു കസേരയിൽ ഇരുന്നിട്ട് ലൈറ്റിൻ്റെയോ സംഗീതത്തിൻ്റെയോ ഒന്നും ഇല്ലാതെ തന്നെ ഒരു നാടകം കളിക്കുമ്പോൾ ചെറുതായിട്ട് അവർക്ക് നമ്മളൊരു ഇൻറ്റിമസി ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഒരു നാരങ്ങ വെള്ളമോ ചിപ്സോ എന്തെങ്കിലുമൊക്കെ തരും. അങ്ങനെ സംസാരിക്കുന്നതിൽ അവരിൽ ആ വീട്ടിലുള്ള ആളുകളോടൊക്കെ ചിലപ്പോൾ മുത്തശ്ശനൊക്കെ പറയും. പെട്ടെന്നുണ്ടാവും സുഖമില്ലാത്ത മുത്തശ്ശൻ വടി കുത്തി പിടിച്ചിട്ട് അയാൾ കുട്ടിക്കാലത്തെന്നോ അഭിനയിച്ച സാധനങ്ങൾ പെട്ടെന്ന് ഒരു എനർജിയിൽ കളിച്ച് അതേ മരത്തിന് ക്ഷീണിച്ച് അവിടെ തന്നെ ഇരിക്കും. പെട്ടെന്നുണ്ടായ ഒരു എനർജിയാണ്. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. പിന്നെ വേറെ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ അമ്മമാർ പറയും മോൻ നന്നായിട്ട് പാട്ട് പാടും, അല്ലെങ്കിൽ മോൻ മിമിക്രി അവതരിപ്പിക്കുന്നിട്ട് ആ കുട്ടിക്ക് അവിടെ നിന്ന് കളിക്കാനുള്ളൊരു വേദിയായി, ആ കുട്ടി വളരെ എക്സൈറ്റഡ് ആയി. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ അവിടെ തന്നെ ഒരു വേദിയിൽ അവർക്കത് പങ്കുവെക്കാനും കഴിയും. പിന്നെ ചുറ്റുവട്ടത്തിലുള്ള ആളുകൾ വരിക എന്ന് പറഞ്ഞപ്പോൾ ചുറ്റുവട്ടത്തിലുള്ള ആളുകൾ മുഴുവനും ചിലപ്പോൾ പരസ്പരം സംസാരിക്കുന്നുണ്ടാവില്ല, ചിലപ്പോൾ അവർ ശത്രുക്കളായിരിക്കും. പക്ഷെ നമ്മൾ നാടകം കളിക്കാൻ പോയ ദിവസം കാഞ്ഞങ്ങാട് ഒരു ദിവസം ആ വീട്ടിൽ നിന്ന് ലാൻഡ് ഫോണാണുള്ളത്. അവരെന്നെ വിളിച്ചു. അപ്പം നമ്മൾ നാടകം കളിക്കുന്ന സമയത്ത് അടുത്ത വീട്ടുകാർ ആ വേലിക്ക് അപ്പുറത്ത് നിന്ന് എൻ്റെ നാടകം കാണുന്നുണ്ടായിരുന്നു. നാടകം കണ്ട് അവരറിയാതെ നാടകത്തിലേക്ക് വന്ന് പങ്കുചേർന്നു. അപ്പം എൻ്റെ വിഷയം അതിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അനുജനും ഏട്ടനും വേലിക്ക് അപ്പുറത്ത് നിന്നുള്ളൊരു. പിറ്റേ ദിവസം അവർ വിളിച്ചിട്ട് പറഞ്ഞു ആ വീട്ടുകാർ വന്ന് ഞങ്ങളുടെ കൂടെ നിന്നു, ഇപ്പം ഞങ്ങൾ നന്നായിട്ട് ഒത്തുചേർന്ന് പോകുന്നുണ്ട്. ഇത്രയും കാലം അവർ വന്ന് ഭയങ്കര ശത്രുക്കളായിരുന്നു. നാടകം ഒരു നിമിത്തമായിരുന്നുള്ളൂ, ചിലപ്പോൾ അല്ലെങ്കിൽ സംഭവിച്ചിരിക്കാം. എന്നാൽ അതൊക്കെ എനിക്ക് നാടകം കളിക്കാനുള്ള ഭയങ്കര ഒരു ഭാഗ്യം ഉണ്ടായി എന്ന്. ഇപ്പം ശ്രീധന്യ കാറ്ററിംഗ് അതുപോലെ തന്നെ കാതൽ, ഇതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഗോഡ് ഫാദർ അല്ലെങ്കിൽ ഒരു ഗൈഡ്, മെന്റർ എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ജിയോ ബേബി സാറിനെ പ്ലേസ് ചെയ്യാം. തീർച്ചയായിട്ടും അദ്ദേഹം നന്നൊരു മനുഷ്യനല്ല തോന്നുന്നു. അത് എല്ലാം നമ്മളെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്ക് സിനിമയിലൊരു വേഷം കിട്ടിയ കുഞ്ഞിലാമ സിലാമണിയാണ് ഡയറക്റ്റ് ചെയ്തതെങ്കിൽ പോലും ആ സിനിമയിൽ ഒരു ചെറിയ വേഷം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. ഫ്രീഡം ഫൈറ്റ് എന്നാണ് സിനിമയുടെ പേര്. അതിൽ അസംഘടിതർ എന്നിട്ടൊരു ഉണ്ട്, ഞാനും ശ്രദ്ധയും ഉള്ളത്. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് എന്നോട് പറഞ്ഞു അങ്ങനെ ജിയോ ബേബി എന്നാണ് ഡയറക്ടർ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കഴിഞ്ഞുകൊണ്ട് തന്നെ ഇദ്ദേഹത്തൊന്ന് കാണണം, നമ്പറൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, എങ്ങനെ വിളിക്കാമെന്നൊക്കെ ഞാൻ ആലോചിച്ച് നിൽക്കും. പക്ഷേ ഇദ്ദേഹം രാത്രി അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കുമാർ എന്ന് പറഞ്ഞത്. അപ്പം നിങ്ങളെനിക്ക് നന്നായിട്ടറിയാം, നിങ്ങളതിലേക്ക് കാസ്റ്റ് ചെയ്യാൻ ഞാനാണെന്ന് പറഞ്ഞു. അന്ന് മുതൽ തുടങ്ങിയ ബന്ധമാണ്. പിന്നെ വീട്ടിലൊക്കെ വരും. ശ്രീധന്യ കാറ്ററിംഗ് സർവീസ് എന്ന് പറഞ്ഞ സിനിമയിൽ അത്രയും പ്രാധാന്യമുള്ള ക്യാരക്ടർ എനിക്കൊരു ഫോണിലൂടെ മാത്രമാണ് വിളിച്ച് സംസാരിച്ചത്. അതിനുശേഷമാണ് വീട്ടിൽ പോയത്. അതിലെനിക്ക് നല്ല പ്രാധാന്യമുള്ള ക്യാരക്ടർ എന്ന്. അപ്പോൾ പുള്ളി പറയുന്നതാണ് നിങ്ങൾക്ക് അതിനുള്ളൊരു കഴിവുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളെ വിളിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ മമ്മൂക്കനായിട്ട് ചെയ്യുന്ന മമ്പിളി സാറിനായിട്ട് ചെയ്യുന്ന കാതലിൽ വിളിക്കൂലേ എന്നുള്ള അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം വിളിച്ചിട്ട് ഒരു നല്ല ക്യാരക്ടർ എനിക്ക് തന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ അദ്ദേഹത്തെ അത്രയും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങൾ നിരന്തരമായിട്ട് വിളിക്കുക അല്ലെങ്കിൽ ഒന്നുമില്ല, എവിടെ നിന്നെങ്കിലും കാണാറേ ഉള്ളൂ, കണ്ടു കഴിഞ്ഞാൽ ഒരു ടാറ്റ അങ്ങനെ പറയുന്നുള്ളൂ. അദ്ദേഹത്തിനെ ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഫാസിലാണ് ഞങ്ങളെ ഇപ്പോൾ ഇത്രയും IFFKയിൽ ഇത്രയും വലിയൊരു എന്താ പറയുക ജനങ്ങളുടെ ഇടയിലൊരു അത്രയും ടോക്കായിട്ടുള്ളൊരു സിനിമയാണിത്. ഞങ്ങൾ ആ സിനിമ കണ്ടതിന് ശേഷം ഞങ്ങളവിടെ അധികം ആരോട് സംസാരിക്കേണ്ടി വന്നിട്ടില്ല. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ എല്ലാവരും ഞങ്ങളെ കണ്ടിട്ട് ഒരുപാട് നന്നായിട്ടെന്ന് പറയുന്ന സമയത്തുണ്ടായി. പിന്നെ അതിനപ്പുറത്തേക്ക് എനിക്ക് തന്ന അവസരങ്ങൾ തന്ന എല്ലാ ഡയറക്ടേഴ്സിനോടും ഞാൻ കടപ്പെട്ടിട്ടുണ്ട്.
പ്രത്യേകിച്ച് ജോഷി സാറിനോട്. അതായത് നമ്മളൊക്കെ ആഗ്രഹിക്കില്ല ജോഷി സാറിൻ്റെ സിനിമയിലൊക്കെ ഒന്ന് അഭിനയിക്കാൻ പറ്റുമെന്നൊക്കെ ആഗ്രഹിക്കും. ജോഷി സാറും എനിക്ക് സിനിമയിൽ ഒരു നല്ലൊരു അവസരം തോന്നുന്നു. ആൻ്റണിയിൽ ഞാൻ വിചാരിച്ചു ചെറിയൊരു വേഷമായിരിക്കും എന്നാണ് വിചാരിച്ചത്. അങ്ങനെ തന്നെ ചെന്ന് കഴിഞ്ഞ് കോസ്റ്റ്യൂംസ് ഇട്ട് എനിക്ക് ഷൂട്ടുള്ള ദിവസം സാറിൻ്റെ അടുത്തേക്ക് തന്നു. അപ്പോൾ എനിക്കൊരു ക്രിസ്ത്യൻ നെയിമായിരുന്നു അതിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കോസ്റ്റ്യൂംസ് ഇട്ട് സാറിൻ്റെ അടുത്ത് നിന്ന് സാറ് ഷൂട്ട് കഴിഞ്ഞ് ഇങ്ങോട്ട് ജോർജ് ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ഞാൻ മുന്നിൽ ചെന്ന് നിന്നപ്പം സാറിനെ നോക്കി, നീ ഹംസ, നേരെ പേര് മാറ്റി നന്നായി താടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സാർ എനിക്ക് 20ഓളം പിന്നെ ഷോട്ടിൽ തന്നെ സീനിൽ ഞാൻ ആ സാറിനെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ സാറിനെ പോലുള്ള ആളുകളൊക്കെ വന്നൊരു ചെറിയൊരു അവസരം തരാനാലൊക്കെ എനിക്ക് സിനിമയിൽ നിൽക്കാനുള്ള ഭയങ്കര ഒരു കുമാരേട്ട ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഞാൻ ഞാൻ കേട്ടിട്ടുണ്ട്. ജോഷി സാർ ഇങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്, അദ്ദേഹത്തിന്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിരിക്കും എന്നൊക്കെ. അപ്പം തുടക്കത്തിൽ ഒരു പേടി ഉണ്ടായിരുന്നു ആ ഒരു ബ്രേക്ക് ദി ഐസ് സംഭവിക്കുന്നതിന് മുമ്പ്? ഉണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സെറ്റും നമുക്ക് ഓരോ പാഠങ്ങളാണ്, ഓരോ അഭിനയങ്ങൾ, ഓരോ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ജോഷി സാർ വരുമ്പോൾ തന്നെ അവിടെ ഭയങ്കര സൈലൻസ്, ആരുടെ കൂടെ കിടന്ന് അടിക്കൂ. കാരണം ഒരു ഷോട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ വൈഡിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ ടെൻഷൻ സാർ അവിടെ നിന്ന് കാണുന്നുണ്ട്, എൻ്റെ മുഖത്ത് എന്തോ ടെൻഷൻ ഉണ്ട്. അപ്പോൾ സാർ ഓർഡർ കുമാർ ടെൻഷൻ ഉണ്ടാവുന്ന സിഗരറ്റ് കൊണ്ട് കൊടുക്ക്. അങ്ങനെ അപ്പോഴേക്ക് ആർട്ടുന്ന ഒരാൾ വന്ന് സിഗരറ്റ് ഒന്ന് കത്തിച്ച് അങ്ങനെ വലിച്ച് സീലിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ കത്തി വെച്ച് നന്നായിട്ടല്ലോ, ടെൻഷൻ മാറ്റാൻ വേണ്ടി ചെയ്ത് സാറ് ആയിരിക്കാം. പക്ഷേ സിനിമ ആണ് നിൽക്കുന്നത് അറിയില്ല. സാറ് നന്നായിട്ട് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായിരിക്കും ആണെങ്കിൽ പോലും സാറ് അതെ. പക്ഷെ ഭയങ്കര സ്നേഹമാണ്. എന്ത് സാറ് സിനിമയിൽ അങ്ങനെയാണ്, അല്ല ക്യാമറയ്ക്ക് പിന്നിൽ അങ്ങനെയാണെങ്കിൽ പോലും ഇങ്ങനെ അപ്പോഴുള്ളൂ സാറ് നമ്മളോട് ഭയങ്കര സ്നേഹമുണ്ടെന്ന് മനസ്സിലായി. ഒറ്റയ്ക്ക് ഇപ്പം നാടകം കളിക്കുന്ന ആളാണെന്ന് പറഞ്ഞത്, നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെറിയൊരു രീതിയിൽ ഒരു ഫ്യൂ മിനിറ്റ്സ് പെർഫോമൻസ് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരുമോ? അവരാരും കൊണ്ട് കാണാൻ ഇരിക്കാറുണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട്. ഒറ്റയ്ക്ക് കളിക്കുന്ന ചെറിയൊരു സാധനം ചെയ്യാം. കുള്ളൂർ സാറിൻ്റെ ഒരു ദിനേശൻ്റെ കഥ എന്നറിയാൻ സാധനം. എൻ്റെ സുഗന്ധേച്ചിൻ്റെ കല്യാണം അടുത്ത മാസം 5-ാം തീയതിയാണ്. അതും കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷേ ഞാൻ കല്യാണം വേണോ വേണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ല. എൻ്റെ സുഗന്ധേച്ചിനെ കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ല. അപ്പം അങ്ങനെ ഇപ്പോൾ പറയാം, നിങ്ങളെക്കാളും കുറച്ച് അത്ര കളറില്ല, ഇരുനിറാണേ, നല്ല ഉണ്ട കണ്ണ, നല്ല നീണ്ട മൂക്കാണ്, പിന്നെ തക്കാളി പോലത്തെ ചുവന്ന കവിള്, പിന്നെ നിങ്ങളിടുന്ന പോലത്തെ ഡ്രസ്സിലിടുക, ഈ ധാവണി ഇതൊക്കെയാണ് ഇടുക. പിന്നെ അവർ സാധാരണ ഉപയോഗിക്കുന്ന പോലെ ഈ ഒട്ടിക്കുന്ന പൊട്ട് തൊടൂല. അപ്പോൾ ഞാൻ ചേച്ചിനോടേക്ക് എന്താ ചേച്ചി അത് എനിക്ക് ചേച്ചി പറയും, നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള സ്ഥലം എവിടെയാണ്, അവിടെ പശ തേച്ചോ പൊട്ടൊന്നും ഒട്ടിക്കരുതെന്ന്. മുടി ഇത്ര പോകാനുണ്ട്. എൻ്റെ ചേച്ചി അതുകൊണ്ട് പറയില്ല, ആര് കണ്ടാലും നോക്കൂ. അത് ചേച്ചി സ്കൂളിൽ പോകുന്ന കാലത്ത് ഒരുപാട് ചെക്കന്മാർ ഇങ്ങനെ നോക്കൂ. പിന്നെ എന്താ പ്രശ്നം ഉണ്ടായിച്ചാൽ ഈ ചേച്ചീൻ്റെ കീഴ്ച്ചുണ്ട് അവിടെ ഒരു പാടുണ്ട്. പാണ്ടല്ല, അങ്ങനെ പറയരുത് കേട്ടോ, പാണ്ടല്ല. അത് ഞങ്ങൾ വിഷു ഇതുണ്ടാവില്ലേ, പടക്കം പൊട്ടിക്കലും പൂത്തിരി എത്തിക്കുന്ന സമയത്ത് എൻ്റെ അടുത്തൊരു പൂത്തിരി പൊട്ടിയെന്ന് വെച്ചാൽ അതിൻ്റെ ശേഷം ഇവിടെ ഒരു പാണ്ടായി മാറി. കല്യാണങ്ങൾ മുടങ്ങാൻ തുടങ്ങി, ഒരുപാട് കല്യാണങ്ങൾ മുടങ്ങി. അപ്പോൾ എപ്പോഴും വിഷമം ഞാൻ കാരണമാണല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു. ആ സാധിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ നാട്ടിലൊരു ദേവൻ സാറുണ്ട്. ദേവൻ സാർ എന്ന് പറഞ്ഞാൽ ബിസിനസ്സാണ്, ഒരുപാട് സ്ഥലത്ത് ബോംബെ, കൽക്കട്ട, ഹൈദരാബാദിലൊക്കെ ബിസിനസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ദേവൻ സാറിന് ഇവരെ നന്നായിട്ട് അറിയാം, എൻ്റെ ചേച്ചിനെ നന്നായിട്ട് അറിയാം. അപ്പോൾ ദേവൻ സാറ് എന്ന് പറഞ്ഞാൽ ചില ലേശം കള്ളു കുടിക്കുക അങ്ങനത്തെ വലിയ കമ്പനി ഉള്ളതായതുകൊണ്ട്, വലിയ അത്യാവശ്യം പൈസ സാമ്പത്തികം ഉള്ളതായതുകൊണ്ടൊന്നും കല്യാണം വേണ്ട എന്നുള്ളതിലായിരുന്നു. പക്ഷേ വീട്ടുകാരെല്ലാവരും കൂടി തീരുമാനിച്ച് കല്യാണം വേണമെന്ന്. എന്നോട് പറയുക ചെയ്തില്ല, എന്നോട് മുണ്ടേ ചെയ്തില്ല. എന്നോട് ഇങ്ങോട്ട് അഭിപ്രായം പറയാനുണ്ട്, ഞാൻ അങ്ങോട്ട് കയറി പറയുന്ന സ്വഭാവമില്ല, എൻ്റെ വീട്ടുകാർക്ക് നന്നായിട്ട് അറിയണതാണ്. പക്ഷെ ഞാൻ 5-ാം തീയതിയാണ് കല്യാണം. മീനാക്ഷിനോടേക്ക് കല്യാണം ഞാൻ നടത്തണ്ടേ? ചേച്ചിക്ക് ഇഷ്ടമാണെങ്കിൽ നടത്തണം. ചേച്ചി പറഞ്ഞത് എന്താ വെച്ചാൽ 33 വയസ്സ് കഴിഞ്ഞാൽ 34ാമത്തെ വയസ്സാണ്, എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. നടത്തി കൊടുക്കട്ടെ ചേട്ടാ, രാഗി ചേട്ടാ, നടക്കട്ടെ. അങ്ങനെ എല്ലാവരും നിർബന്ധപ്രകാരം, ഞാൻ എല്ലാവരും ഇഷ്ടപ്രകാരം ഞാൻ ഈ കല്യാണം നടത്തി കൊടുക്കാൻ തീരുമാനിച്ചു.
അങ്ങനെ 5-ാം തീയതിയാണ് കല്യാണം. തലേ ദിവസം തന്നെ ഒരുപാട് വണ്ടികൾ വന്നു. അവിടെ പിന്നെ പാത്രങ്ങൾ ഇറക്കി, ലൈറ്റിൻ്റെത് ഇറക്കി, സ്റ്റേജിൻ്റെത് ഇറക്കി, ഡെക്കറേഷൻ്റെ ഇറക്കി. അവിടെ വൈറ്റ് സീലിംഗ് ഇട്ട് നല്ല ഡെക്കറേഷൻ ബൾബുകൾ ഇട്ട് ഒരുപാട് ആളുകൾ വരാൻ തുടങ്ങി. മാമൻ വന്നു. മാമ വാ ഇരിക്കണം മാമ. സുരേഷ് മാമൻ ഷുഗറുള്ളത് കൊടുക്കണ്ട കേട്ടോ, സാധാ അത് കൊടുത്താൽ മതി. എടാ സന്തോഷ്, ബിജു, രാകേഷ്, എടാ അവിടെ നിൽക്കെല്ലാം കൊണ്ട് കയറി വാ. എടാ നിങ്ങളൊക്കെ കല്യാണത്തിന് ഞാൻ എത്ര ദിവസം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾ അവിടെ തന്നെ നോക്കിക്കുക. ഇതോ എൻ്റെ പെങ്ങളെ പരിപാടിക്ക് അതുണ്ടാവില്ല കേട്ടോ, നിങ്ങൾ വരും വേണ്ട. ആയിക്കോട്ടെ, അങ്ങനെ കാണാം. ഇങ്ങനെ ഇഷ്ടംപോലെ ആളുകളൊക്കെ വന്ന് കല്യാണം. ഞാനാകെ ടെൻഷനാകാൻ തുടങ്ങി ചെയ്തത്. കാരണം എല്ലാ കാര്യങ്ങളും നോക്കി നടത്തണ്ടേ. പിന്നെ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ആദ്യക്കാരൊന്നും ഏൽപ്പിക്കില്ല. പിന്നെ സ്വർണ്ണക്ക് അത്യാവശ്യം ദേവേട്ടൻ തന്നെ തന്നിട്ടുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ബാധ്യക്കാർ. അപ്പോൾ ഈ മുഹൂർത്തത്തിൻ്റെ ടൈമിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് കൈയടിക്കണം കേട്ടോ. അങ്ങനെ അത് കല്യാണത്തിന് 5-ാമത്തെ ദിവസമായി, 5-ാം തീയതി. അത് ദേവേട്ടനൊക്കെ വന്ന് ഒരുപാട് കാറുകളുണ്ട്, അങ്ങനെ നിർത്തി തരുന്നുണ്ട്. ഇരിക്കണം സാർ, ഇരിക്കണം, വിളിക്കുക സാർ. ഓക്കെ, സുഗന്ധേച്ചിയെ ഒന്ന് രാജേച്ചി ഒന്ന് സുഗന്ധേച്ചിനെ പുറപ്പെടുക്കിട്ടോ, സമയമായിട്ടുണ്ട്. ഇരിക്കുക സാർ, മുഹൂർത്തത്തിൻ്റെ ടൈമിനാവണ്ടേ. വിളിക്കട്ടെ എന്നാൽ, സുഗന്ധേച്ചിനെ വിളിക്കട്ടെ. സുഗന്ധേച്ചി വാ വാ, ഇങ്ങോട്ട് വാ. കരയില്ല, കരയില്ല സുഗന്ധേച്ചി. ചേച്ചി കരഞ്ഞ ഞാനും കരയും സാറേ. ഓർത്തും ചേച്ചി പോയി. പക്ഷേ എനിക്ക് വിഷമമൊന്നുമില്ലല്ലോ. പക്ഷെ അതല്ല പ്രശ്നം. കല്യാണം കഴിഞ്ഞ ശേഷം ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് എന്തൊരു വിശേഷം ഉണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ആരാവാൻ പോണേ. അന്ന് ചേച്ചി ബോംബെയിലാണ്. ഞാൻ അപ്പോൾ തന്നെ ബോംബെയിലേക്ക് എത്തി. ചേച്ചീനെ അവിടെ അടുത്ത ട്രെയിൻ എന്നെ കൂട്ടി 2 ദിവസമായി നാട്ടിലെത്തി. അപ്പോൾ വന്നപ്പോൾ ചേച്ചി ഭയങ്കര ക്ഷീണിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഛർദിയാണ്. ഞാൻ ചേച്ചിനോട് ചോദിച്ചു, എന്താ ചേച്ചി? അപ്പോൾ ചേച്ചി പറഞ്ഞു, അങ്ങനെയൊക്കെ ഉണ്ടാവിടാ. അങ്ങനെ ചേച്ചിനെ കൂട്ടി അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുന്ന് കുറേ വൈറ്റമിൻസും ഇതൊക്കെ തന്നു. അപ്പോഴും അവിടെ നിന്നുള്ളവർ പറഞ്ഞേ, മാമനാകാൻ പോകുകയാണ്, ചിലവ് വേണമെന്നൊക്കെ പറയണ്ടേ. എനിക്ക് ഭയങ്കര സന്തോഷമായി. വരുന്ന കഴിക്കാൻ ഞാൻ അവിടെ നിന്ന് പിന്നെ പത്തക്കയും അതുപോലെ ഓറഞ്ചും ആപ്പിളെല്ലാം വാങ്ങി ചേച്ചി കൊണ്ടെടുത്ത്. പക്ഷെ എപ്പോഴും ഛർദി നിൽക്കുന്നില്ല. അങ്ങനെ വീണ്ടും ഞങ്ങൾ വേറെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ എത്തിയും കുറേ പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, പേടിക്കുന്ന വേണ്ട, ഈ മരുന്ന് തന്നെ കൊടുത്താൽ മതി പറഞ്ഞേ. അത് എത്തി വീട്ടിലെത്തിയിട്ട് അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞു, സ്കാനിങ് ചെയ്യണം, രക്തം പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഒരു മാസത്തോളം മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഞങ്ങളടുത്ത മാസം ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ തന്നെ പോകാൻ വിചാരിച്ചു. അവിടെ ആകുമ്പോൾ ഒരുപാട് ഡോക്ടറില്ലേ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. പോകുന്നതിന് മുന്നേ അടുത്തൊരു ലാബിൽ പോയിട്ട് സ്കാനിങ് ചെയ്തു, രക്തമൊക്കെ പരിശോധിച്ചു. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് കൊണ്ടേ കാണിച്ച്. രക്തം പരിശോധിച്ച് പുറപ്പിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ സുഗന്ധേച്ചി നിങ്ങളോടൊക്കെ ചോദിച്ചിട്ടല്ലേ ഞാൻ കല്യാണം നടത്തി. നിങ്ങളെല്ലാവരോടും ചോദിച്ചിട്ടല്ലേ നടത്തിയത്. നിങ്ങളൊക്കെ വെറും വിദ്യാഭ്യാസമുള്ള ആളുകളല്ലേ. അറിഞ്ഞൊന്നും വേണ്ട, അറിഞ്ഞൊന്നും വേണ്ടെന്ന് പറഞ്ഞോണ്ടിരുന്നോ? എന്തായാലും എൻ്റെ സുഗന്ധേച്ചിക്ക് വന്ന ഗതിയോട് ഈ ലോകത്തിലാർക്കും വരാതിരിക്കട്ടെ. അങ്ങനെ കല്യാണം നടക്കുമ്പോൾ ജാതക പുറത്ത് നാളും നോക്കുന്ന കൂടെ ചെക്കൻ്റെ പെണ്ണിന് രക്തം പരിശോധിച്ച കുറിപ്പ് കൈമാറണം.
സൂപ്പർ ചേട്ടാ. ഞാൻ ശരിക്കും അതിൽ ഇൻവോൾവ് ആയി. ലൈക്ക് എനിക്ക് ആ സുഗന്ധേച്ചിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുമായിരുന്നു, ഇമോഷൻസ് വരുമ്പം കൈ വരയ്ക്കുന്നതും. അതാണ് ഞാൻ ഇടയ്ക്ക് ചേട്ടൻ്റെ വിരലുകൾ വരെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ശരിക്കും ഇത് തിയേറ്ററാണ് ഈ ഒരു രീതിയിലേക്ക് ഒരു ആർട്ടിസ്റ്റിനെ ഫോം ചെയ്തെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ? അതെ അതെ അതെ. എങ്ങനെയാണ് ചേട്ടാ ഇതിൻ്റെ ഒരു പ്രോസസ്സ്? ഒരു കഥാപാത്രം കിട്ടുമ്പോൾ അതിനകത്തേക്ക് ഇറങ്ങി ചിലപ്പോൾ സുഗന്ധേച്ചിയുടെ അനിയനായെങ്കിൽ ഇത്രയും തന്നെ കൊണ്ടിരുന്നത് നമുക്ക് ശരിക്കും ആ ഒരു പ്രോസസ്സിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നത് പോലെയാണ് തോന്നിയത്. എങ്ങനെയാണ് ഒരു ക്യാരക്ടർ ചേട്ടൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ചേട്ടൻ അതിനെ മോൾഡ് ചെയ്തെടുക്കുന്നത്? അത് ചിലപ്പോൾ പലരും പല രീതിയിലായിരിക്കാം. ഞാനെന്ന് വെച്ചാൽ അതിനൊരു ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞൊരു നമുക്കൊരു ഇതുണ്ട്, ഒബ്സർവേഷൻ, ക്യാരക്ടറൈസേഷൻ, അങ്ങനത്തെ ഒരുപാട് സംഭവമുണ്ട്. പക്ഷെ നമ്മൾ ഈ ക്യാരക്ടർ കിട്ടുന്ന സമയത്ത് ഇതൊന്നും പഠിച്ചതോ വായിച്ചറിഞ്ഞതോ ഇത്രയും കാലം റിഹേഴ്സൽ ചെയ്തോ അതിലേക്കൊന്നും പോകുന്നില്ല. ഇതറിയാതെ നമ്മുടെ ബോഡിയിലും അതിലൊരു ഈ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ദിനേശ് എന്ന് പറയുന്ന ക്യാരക്ടർ എങ്ങനെയായിരിക്കാം, അയാൾ ജനിച്ചത് എവിടെയാണ്, അയാൾ വളർന്നത് എവിടെയാണ്, അയാൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ, അയാൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്, അയാൾ എങ്ങനെയാണ് ചിരിക്കുന്നത്, അയാൾ എങ്ങനെയാണ് പാട്ട് പാടുന്നത്, അയാൾ എങ്ങനെയാണ് വീട്ടിൽ നടക്കുന്നത്, അയാൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്, അയാളുടെ പെരുമാറ്റം എങ്ങനെയാണ്, അയാൾ ചൂടാവുന്ന ആളാണോ, അയാൾ കുടുംബത്തിന് വേണ്ടി അങ്ങനെ ഒരുപാട് പ്രോസസ്സിങ്ങൾ ചിലപ്പോൾ നടക്കുന്നുണ്ടാവാം. അപ്പോൾ അത്രത്തോളം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ ചെയ്യുന്ന സമയത്തായിരിക്കാം നിങ്ങൾക്ക് ഈ പറയുന്ന ആ ക്യാരക്ടറിൻ്റെ കറക്റ്റ് ഫീലിംഗ് ഇതായി. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം സിനിമ അഭിനയവും അതുപോലെ തന്നെ നാടകാഭിനയവും ചെയ്ത ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്, ഇത് തമ്മിലുള്ള മേജർ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് തോന്നിയ അഭിനയം എന്ന് പറയുന്നത് എപ്പോഴും ഒന്ന് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലാക്കണം. പക്ഷേ ഈ സാധനം സ്റ്റേജിൽ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കില്ല ചെയ്യുക. കാരണം എൻ്റെ മുന്നിൽ എനിക്കറിയാം ഇതിപ്പോൾ അതൊരു സൈക്കോളജിക്കൽ ഒരു മൂവാണെന്ന് തന്നെ പറയും. ഇപ്പം ഇവിടെ മീനാക്ഷിയുണ്ട്, ഇവിടെ ഒരു 5 ആളുകളുണ്ട്. ഇവർക്ക് വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യണമെന്ന രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്തത് ഒരു സാധനം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഓക്കെ, താങ്ക് യു സോ മച്ച്. കൂടുതൽ സിനിമാ വിശേഷങ്ങളും മൂവി അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് പുതിയൊരു എപ്പിസോഡിൽ കാണുന്നത് വരേക്കും ദിസ് ഇസ് മീനാക്ഷി സുധീർ സൈനിങ് ഔട്ട് ഫ്രം സെല്ലുലോയിഡ്. ബൈ.